രാവിലെ തന്നെ നമ്മൾ ഈ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാ പോണേന്ന് അറിയോ? വേറൊന്നും അല്ല. നമ്മള് ഹോസ്പിറ്റലിൽ പോവാണ്. കൊല്ലത്ത് ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടാ. അപ്പം കൊല്ലത്ത് ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ എനിക്ക് കൊല്ലത്ത് പോകുന്നെന്ന് പറയുമ്പോഴേ ഞാൻ അന്നേരം പറയും എനിക്ക് പൊറോട്ടയും മട്ടനും വേണം. എഴുത്താണിക്കടയിലെ പൊറോട്ടയും മട്ടനും കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയും. ഇത് കേരളപുരത്താണ്. കൊല്ലത്ത് കേരളപുരത്ത് എഴുത്താണിക്കട. ഇവിടുത്തെ പൊറോട്ടയും മട്ടനും വളരെ ഫേമസ് ആണ്. അതുപോലെ തന്നെ വെട്ടുകേക്ക് എന്ന് പറയും. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഈ പൊറോട്ടയും മട്ടനും. ഞാൻ പുറത്തെ ഫുഡ് അങ്ങനെ കഴിക്കാത്ത ഒരാളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പക്ഷെ ഈ ഒരു കാര്യം എന്റെ ഫേവറേറ്റ് ആണ്. അപ്പം ഇത് ഞാൻ വാങ്ങി കൊല്ലത്ത് വഴി പോകുന്ന നിങ്ങൾ ആരെങ്കിലും കൊല്ലം വഴി വരുവാണെങ്കിൽ മിസ്സാക്കരുത്. എഴുത്താണിക്കട കേട്ടോ കേരളപുരത്ത്. അപ്പൊ ഞാൻ ഇതുപോലെ കൊല്ലത്ത് പോവാണെങ്കിൽ മുമ്പേ ഈ ഒരു കാര്യം പറയാറുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് വെട്ടുകേക്കൊക്കെ വാങ്ങിച്ച് വെട്ടുകേക്കിനൊക്കെ 12 രൂപയാണ് കേട്ടോ. ഇവരിതിന്റെ സീക്രട്ട് ഒന്നും പറഞ്ഞു തരത്തില്ല കേട്ടോ. അപ്പൊ അതിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ നീതൂസിന്റെ വീട്. നീതൂസിന്റെ വീട്ടിലും പോയി കയറി. അവിടെ ചെന്നപ്പോൾ നീതൂസും നീതൂസിന്റെ ഹസ്ബൻഡ് മണിച്ചേട്ടനും മക്കളും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ചായയും പലഹാരങ്ങളും ഒക്കെ അടിച്ചു. പിന്നെ നീതൂസിന്റെ ലെവലിക്കാൻ മരത്തിന് ലെവലിക്കാൻ മൊത്തം ഇങ്ങനെ താഴെ വരും. ഇതിനകത്ത് മൊത്തം ഞാൻ ഇതെല്ലാം അടങ്കൽ എടുത്തോണ്ട് പോവാ. ഞാൻ എപ്പോ പാടിയാൻ തുടങ്ങിയാലും നിന്ന് കരയും. 3 പേരുണ്ടല്ലേ അതിന്റെ മണ്ടയ്ക്ക്. അത് പശു ഉള്ളിടത്ത് വരും. നീതൂസിനെ കാണുന്നില്ലല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ അവരോടെല്ലാം യാത്ര പറഞ്ഞിറങ്ങി കേട്ടോ. നമ്മളോട് ഇന്ന് തുമ്പൂസില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രമേ പോയിട്ടുള്ളായിരുന്നു. അപ്പൊ വേറൊരു വീഡിയോക്കകത്ത് കാണാം. അപ്പൊ ഇന്നത്തേക്ക്